നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC CGL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SSC CGL 2025 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളായ ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, റെയിൽവേസ്, ഇൻകം ടാക്സ് ഓഫീസ്, സെൻട്രൽ എക്സൈസ്, CBI, നർക്കോട്ടിക്സ്, അങ്ങനെ ബാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പല മിനിസ്ട്രികളിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പെർമനൻറ്റ് പോസ്റ്റുകളാണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടത് 9 ജൂൺ 2025 മുതൽ ജൂലൈ 4, 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. SSCയുടെ സൈറ്റിലൂടെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ടയർ 1, ടയർ 2 എക്സാമിനേഷൻ ഉണ്ടാകും. ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. 13 ആഗസ്റ്റ് മുതൽ 30 ആഗസ്റ്റ് വരെ ഡേറ്റിനുള്ളിലായിരിക്കും ഫസ്റ്റ് ടയർ എക്സാമിനേഷൻ ഉണ്ടാകുക. ടയർ 2 എക്സാമിനേഷൻ ഡിസംബർ 2025 ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്കെയിലുകളിലായിരിക്കും സാലറി വരുന്നത്. പേ ലെവൽ 7 വരുന്നുണ്ടാകും. അത് ഏകദേശം സാലറി 70,000 സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. എല്ലാം ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. പിന്നെ അടുത്ത ലെവൽ വരുന്ന പേ ലെവൽ 6 വരുന്ന പോസ്റ്റുകളുണ്ട്. ഏകദേശം 55,000 സാലറി കിട്ടുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. ഇതും പല NIAയിലേക്കും നർക്കോട്ടിക്സ് കൺട്രോളിലേക്കൊക്കെയുള്ള സബ് ഇൻസ്പെക്ടർ, ഡിവിഷണൽ അക്കൗണ്ട്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ പോസ്റ്റ് വരുന്ന പേ ലെവൽ 5 ആണ്. ഓഡിറ്റർ പോസ്റ്റുകളാണ് വരുന്നത്. ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ഓഡിറ്റർ വേക്കൻസിയാണ് ഇതിൽ വരുന്നത്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ UD ക്ലർക്ക്, പോസ്റ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളാണ് ഇതിൻ്റെ പേ ലെവൽ 4 ഏറ്റവും മാർക്ക് കുറഞ്ഞവർക്ക് കിട്ടുന്ന പോസ്റ്റുകളാണ് ഇത്. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നത്. ഏകദേശം വേക്കൻസി 14,582 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ട ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 27 വയസ്സ് വരെയുള്ള പോസ്റ്റുകാർക്ക് ഉള്ള ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 2, 98 ആഗസ്റ്റ് 1, 2007 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും. ഇതിൽ OBC നോൺ ക്രിമിനലിന് 3 വർഷത്തെയും SC STക്ക് 5 വർഷത്തെയും വയസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവരാണെങ്കിൽ ആഗസ്റ്റ് 95 മുമ്പ് ജനിച്ചവർക്കുള്ളവർക്ക് ആഗസ്റ്റ് 95 ആഗസ്റ്റ് 1, 2007 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും അപേക്ഷിക്കാൻ പറ്റുക. SC STക്ക് 5 വർഷത്തെ, OBC 3 വർഷം, ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് 10 വർഷം, എക്സ് സർവീസ്മെനും അവരുടേതായ വയസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷനാണ്. ഇപ്പോൾ ഡിഗ്രി ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഡിഗ്രി പാസ്സായി ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ പറ്റും. പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. ഡിഗ്രി പാസ്സായി ആർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ പോസ്റ്റുകളിലേക്ക്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റാണെങ്കിൽ നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി എനി സബ്ജക്റ്റ് വിത്ത് 60% മാർക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡിൽ 60% മാർക്സ് മാത്തമാറ്റിക്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും അപേക്ഷിക്കാം. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും ബാച്ചിലർ ഡിഗ്രിയാണ്. ആഗസ്റ്റ് 1, 2025 മുൻപ് നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ My SSC മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. വുമൺ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. SC ST കാൻഡിഡേറ്റ്സിനും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഓൺലൈൻ ഫീസ് നിങ്ങൾക്ക് 5 ജൂലൈ 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ UPI വഴിയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ കർണാടക, കേരള റീജിയനിലാണെങ്കിൽ കണ്ണൂർ, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, എറണാകുളം ഇത്രയും സെൻറ്ററുകൾ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. എക്സാമിനേഷൻ്റെ സിലബസ് വരിക ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. ഇതാണ് ടയർ 1 ടയർ 2 ആയിട്ട് ഇതിൻ്റെ സിലബസ് വരുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് 60 വയസ്സ് വരെ ജോലി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക.